ഈ ഒരു ഗ്ലാസ് ജ്യൂസ് നിങ്ങൾ പതിവായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനൊക്കെ ആയിട്ടും അതുമാത്രമല്ലാണ്ട് നമ്മുടെ രക്തക്കുഴലുകളിലൊക്കെ ഉണ്ടല്ലോ ബ്ലഡ് നല്ല രീതിയിൽ ഓടാനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ലാണ്ട് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയത്തില്ല. നമ്മൾ ചില സമയത്ത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പനി വന്നു കഴിഞ്ഞപ്പോൾ ബ്ലഡിൻ്റെ കൗണ്ട് തീരെ താഴ്ന്നു പോകും. അപ്പം അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾ 2 ദിവസം അടുപ്പിച്ചിട്ട് ഈ ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവ് അത് നമുക്ക് നല്ല രീതിയിലാക്കാനായിട്ട് പറ്റുകയും ചെയ്യും. നമുക്ക് ശരീരത്തിൽ നല്ല രീതിയിൽ എനർജി കിട്ടാനൊക്കെ ആയിട്ടും ശരീരത്തിൽ നല്ല ഒരു ഉന്മേഷം കിട്ടാനൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. പിന്നെ രക്തസമ്മർദ്ദം ഉള്ളവർക്ക് നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ജ്യൂസ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. ഈ പാഷൻ ഫ്രൂട്ടിനകത്ത് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രോഗപ്രതിരോധ ശേഷി കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ്. അത് മാത്രമല്ലാണ്ട് നമുക്ക് ശരീരത്തിൽ കൊളാജൻ ഉൽപ്പാദിപ്പിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. കാരണം ഈ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. ഈ ഗ്ലൂട്ടാതയോൺ ജ്യൂസൊക്കെ നമ്മൾ കഴിക്കത്തില്ലേ, നമ്മുടെ ശരീരത്തിൽ നല്ല നിറം വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കഴിക്കുവാണെങ്കിൽ നമുക്കൊരു ഗ്ലൂട്ടാതയോണിൻ്റെ ക്യാപ്സൂളും കഴിക്കേണ്ട. ശരീരത്തിന് നമുക്ക് സ്കിന്നിന് നല്ല രീതിയിൽ അകത്തോട്ട് കഴിച്ച് സ്കിന്നിന് നിറം വെക്കാനായിട്ട് അടിപൊളി ജ്യൂസാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ലാണ്ട് കുട്ടികൾക്ക് ഇതിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ബ്ലഡ് കൗണ്ടൊക്കെ താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ കൗണ്ട് നല്ല രീതിയിൽ വർദ്ധിക്കും. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഇതിങ്ങനെ കഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ കരളിൻ്റെ ആരോഗ്യത്തിന്, അതുമല്ല നമ്മൾ കരളിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടിയേക്കുന്ന ഡിറ്റോക്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആവാനായിട്ട് കരളിൻ്റെ ആരോഗ്യത്തിന് അടിപൊളി ജ്യൂസാണിത്. പിന്നെ വൈറ്റമിൻ എ ഒരുപാട് അടങ്ങിയേക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പിനൊക്കെ വളരെ നല്ലതായിട്ട് നല്ല രീതിയിൽ ഞരമ്പുകൾക്ക് ആരോഗ്യത്തിനും ഈ ജ്യൂസ് നല്ലാണ്ട് കഴിക്കുന്നത്. ഒരു കുഞ്ഞു കഷ്ണം ബീട്രൂട്ട് എടുത്താൽ മതി, ഒരുപാട് വലിയ കഷ്ണം ബീട്രൂട്ട് എടുക്കുകയും വേണ്ട കേട്ടോ. ഒരു ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് എടുക്കാം. അതുപോലെ തന്നെ 2 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന ഈ 2 കോംബോ, നമ്മൾ ഈ ഒരു പാഷൻ ഫ്രൂട്ട് ആണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും നമ്മൾ ഇത് രണ്ടും കൂടി നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പൊട്ടാസ്യം, അതുപോലെ തന്നെ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും വൈറ്റമിൻ ബിയും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ജ്യൂസ് ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇത് ഈ കൂടെ നമുക്കിങ്ങനെ പനി ഒക്കെ വരുന്ന കുട്ടികളുണ്ടല്ലോ, രോഗപ്രതിരോധ ശേഷി ഇല്ലാത്ത കുട്ടികൾ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതിങ്ങനെ ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ദഹനം മെച്ചപ്പെടുത്താനൊക്കെ ആയിട്ട് നല്ലതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ നമുക്ക് ഈ കൂടെ പനി വരുന്ന രോഗപ്രതിരോധ ശേഷി ഇല്ലാതാവുന്നതുണ്ടല്ലോ, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങൾ ആഴ്ചയിൽ ഒരു 1-2 ദിവസമൊക്കെ ഇതുപോലെ പാഷൻ ഫ്രൂട്ടും അതുപോലെ തന്നെ ബീട്രൂട്ടൊക്കെ അടിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇത് ഈ പൊട്ടാസ്യമൊക്കെ ഒരുപാട് അടങ്ങിയേക്കുന്നത് കൊണ്ട് തന്നെ ഈ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ നമ്മൾ ഈ രക്തക്കുഴലുകളിൽ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഈ ഹാർട്ട് സംബന്ധമായിട്ടുള്ള എൻ്റെ അസുഖത്തിൻ്റെ ഗുളികകൾ കഴിക്കുന്നവരുണ്ടല്ലോ, ഈ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഗുളികകൾ കഴിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാണുന്ന ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം ഈ ഒരു ജ്യൂസ് കഴിക്കാനായിട്ട്. കാരണം ഇത് നല്ല രീതിയിൽ ബെനിഫിറ്റ്സ് ഉള്ള, ശരീരത്തിന് നല്ല രീതിയിൽ രക്തം ഓടാനായിട്ടുള്ള എൻ്റെ ബ്ലഡിൻ്റെതായ രീതിയിലുള്ള എൻ്റെ ഗുണങ്ങളുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കുക. അല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല. BP നോർമലാക്കി നിർത്താനൊക്കെ ആയിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കരളിൻ്റെ ആരോഗ്യത്തിനും ഒക്കത്തിന് നല്ലതാണ്. അപ്പോൾ നല്ലൊരു ജ്യൂസാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ കുഞ്ഞു ടിപ്സിനും വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്തവർക്കാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. ബൈ.